ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരരെ ജയിലിലടച്ച നടപടിക്കെതിരെ ബി.ജെ.പി. രംഗത്ത്. കേസിൽ കോടതി കഴിഞ്ഞ ദിവസം തന്ത്രിക്ക് ജാമ്യം അനുവദിച്ചിരുന്നു. സ്വാഭാവിക ജാമ്യമായിരുന്നില്ല തന്ത്രിക്ക് അനുവദിച്ചത്. കേസിൽ തന്ത്രിക്ക് നേരിട്ട് പങ്കുണ്ടെന്നത് തെളിയിക്കാനാവാത്ത സാഹചര്യത്തിലാണ് കോടതി ജാമ്യം നൽകിയത്. ഈ സാഹചര്യത്തിൽ തന്ത്രിക്കെതിരായ കേസ് ഗൂഢാലോചനയാണെന്ന് ബി.ജെ.പി. പറയുന്നു. വിഷയത്തിൽ ഗോവ മുൻ ഗവർണർ പി.എസ്. ശ്രീധരൻപിള്ളയും ബി.ജെ.പി. പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് സന്ദീപ് വചസ്പതിയും പ്രതികരണങ്ങളുമായി രംഗത്തെത്തി. കേസിൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്ത ഘട്ടത്തിൽ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നായിരുന്നു തന്റെ നിലപാടെന്നും എന്നാൽ തന്ത്രിയെ ജയിലിലടയ്ക്കാനുള്ള തീരുമാനം പൊടുന്നനെ ഉണ്ടായതല്ലെന്നും പി.എസ്. ശ്രീധരൻപിള്ള പറഞ്ഞു. നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് തന്നെയായിരുന്നു ബി.ജെ.പിയുടെയും നിലപാട്. പ്രഥമ ദൃഷ്ട്യാ കേസ് നിലനിൽക്കില്ലെന്ന് അറസ്റ്റ് ചെയ്തപ്പോഴേ അറിയാമായിരുന്നു. തെളിവിന്റെ കണിക പോലുമില്ലെന്ന് എല്ലാ ഫയലുകളും പരിശോധിച്ച ശേഷം ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നു. ഇത് നമ്മുടെ എല്ലാം കണ്ണു തുറപ്പിക്കണം എന്നായിരുന്നു പി.എസ്. ശ്രീധരൻപിള്ളയുടെ വാക്കുകൾ. 41 ദിവസം തന്ത്രി ജയിലിൽ കഴിഞ്ഞത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് ഇതോടെ വ്യക്തമായെന്നും അദ്ദേഹം പ്രതികരിച്ചു. ആത്മഹത്യയുടെ വക്കിലെത്തിയെന്ന് തന്ത്രി തന്നോട് പറഞ്ഞുവെന്നും പി.എസ്. ശ്രീധരൻപിള്ള വെളിപ്പെടുത്തി. എന്തിനിങ്ങനെ ക്രൂശിക്കണം? വിവാദങ്ങളിൽ അഭിരമിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല. യുവതി പ്രവേശന കാലത്ത് ശബരിമലയിൽ സ്ത്രീകൾ എത്തുന്ന ഘട്ടത്തിൽ നടയടയ്ക്കാൻ തന്ത്രി കണ്ഠരര് രാജീവർക്ക് നിയമോപദേശം നൽകിയതായുള്ള പുസ്തകത്തിലെ തുറന്നു പറച്ചിലും പി.എസ്. ശ്രീധരൻപിള്ള പ്രതികരിച്ചു. ശബരിമല യുവതീ പ്രവേശനത്തിനെതിരായ പ്രതിഷേധങ്ങൾ നടന്നപ്പോൾ താൻ സുവർണാവസരം എന്ന് പറഞ്ഞതിനെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിച്ചു. മുഖ്യമന്ത്രി അടക്കം ഇക്കാര്യത്തിൽ മാപ്പ് പറയേണ്ടതാണ്. ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ സഹന സമരത്തെ സുവർണാവസരം എന്ന് പറഞ്ഞാൽ എന്താണ് കുഴപ്പമെന്നും പി.എസ്. ശ്രീധരൻപിള്ള ചോദിച്ചു. ശബരിമല നട അടച്ചിടാൻ തന്ത്രിയോട് താൻ പറഞ്ഞതാണ്. ശബരിമല 18-ാം പടി വരെ 2 യുവതികളെ പോലീസ് യൂണിഫോം ഇട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചു. നട അടച്ചിടുന്നത് കോടതി അലക്ഷ്യമാകില്ലെന്ന് താൻ തന്ത്രിയോട് പറഞ്ഞു. ആചാരാനുഷ്ഠാനങ്ങളുടെ ലംഘനമാകില്ല എന്ന് പറഞ്ഞു. സർക്കാർ സ്പോൺസേഡായി നടത്തിയ സ്കീമാണ് പരാജയപ്പെട്ടത്. സീസണിലായി ഏറ്റവും അധികം വിശ്വാസികൾ വരുന്നത് ശബരിമലയിലാണ്. മക്കയിലും ബെത്ലഹേമിലും തിരുപ്പതിയിലും പോകുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ സമയങ്ങളിൽ ശബരിമലയിൽ വരാറുണ്ട്. യുവതികൾ കയറുമെന്നായപ്പോൾ തന്ത്രിയുടെ നേതൃത്വത്തിൽ 18-ാം പടി അടച്ച് സീൽ ചെയ്തു. സുവർണാവസരം ചർച്ചയായതിൽ അത് കൊടുത്ത മാധ്യമപ്രവർത്തകരോട് സഹതാപം മാത്രമേ ഉള്ളൂ. NSS ജനറൽ സെക്രട്ടറിയാണോ താൻ വഴിനടയടയ്ക്കാൻ ഇടപെട്ടത് എന്ന ചോദ്യത്തിന് താൻ ആരുടെയും പേര് പറയുന്നില്ല എന്നായിരുന്നു പി.എസ്. ശ്രീധരൻപിള്ള പറഞ്ഞത്. അതേസമയം തന്ത്രിയുടെ അറസ്റ്റ് ദുരൂഹമെന്നാണ് ബി.ജെ.പി. പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് സന്ദീപ് വചസ്പതിയുടെ ആരോപണം. മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നും അദ്ദേഹം പ്രതികരിച്ചു. സംസ്ഥാന സർക്കാർ ഹൈന്ദവ വിശ്വാസികളെ അവഹേളിച്ചെന്നും യുവതീ പ്രവേശന സമയത്ത് നടയടച്ചതിലുള്ള വൈരാഗ്യമാണ് തന്ത്രിക്കെതിരായ കേസെന്നും അന്ന് പിണറായി വിജയൻ തന്ത്രിക്കെതിരെ പരസ്യമായി പറഞ്ഞതാണ്. സ്വർണ്ണക്കവർച്ച കേസ് വന്നപ്പോൾ പക വീട്ടിയതാണെന്നും സന്ദീപ് വചസ്പതി ആരോപിച്ചു. അതേസമയം ശബരിമല യുവതീ പ്രവേശന കാലത്തുള്ള തുറന്നു പറച്ചിൽ നടത്തി പി.എസ്. ശ്രീധരൻപിള്ളയുടെ പുതിയ പുസ്തകം പുറത്തുവരികയാണ്. ശബരിമല സമരവും സുവർണ അവസര വിധിയും എന്നാണ് പുസ്തകത്തിന് പേര് നൽകിയിട്ടുള്ളത്. പ്രകാശനത്തിന് മുന്നോടിയായി പുസ്തകങ്ങൾ തന്ത്രിക്ക് നൽകാൻ പി.എസ്. ശ്രീധരൻപിള്ള താഴമൺ മഠത്തിലെത്തി. യുവതീ പ്രവേശന കാലത്ത് ശബരിമലയിൽ സ്ത്രീകൾ എത്തുമെന്ന ഘട്ടത്തിൽ നടയടയ്ക്കാൻ നിയമോപദേശം നൽകിയത് താനാണെന്ന് ശ്രീധരൻപിള്ള പറഞ്ഞു. സ്ത്രീകൾ എത്തിയാൽ നടയടയ്ക്കണമെന്ന് തന്ത്രിക്ക് നിയമോപദേശം നൽകി. നടയടയ്ക്കുന്നതിൽ നിയമപ്രശ്നമില്ലെന്ന് നേരിട്ട് ഉപദേശം നൽകുകയായിരുന്നു. അന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനായിരുന്നു ശ്രീധരൻപിള്ള. ശ്രീധരൻപിള്ളയുടെ 2 പുസ്തകങ്ങളുടെ പ്രകാശനം നടക്കാനിരിക്കെ താഴമൺ മഠത്തിലെത്തി തന്ത്രി കണ്ഠരര് രാജീവരെ അദ്ദേഹം കണ്ടു. പ്രകാശനത്തിന് മുന്നോടിയായി തന്ത്രിക്ക് നൽകാനാണ് ശ്രീധരൻപിള്ള താഴമൺ മഠത്തിലെത്തിയത്. ജാമ്യം ലഭിച്ച തന്ത്രി പുറത്തിറങ്ങിയതിന് തൊട്ടുപിന്നാലെ നടന്ന കൂടിക്കാഴ്ച ശ്രദ്ധേയമാണ്.